ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കരിപ്പനും ഉണ്ടക്കടിയും ഭാഗം 37. രചന ഫൗസിയ നൗഷാദ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പീരീഡ് ആയിരുന്നു ജീവന്റേത്. അവനിയോട് പ്രത്യേക കരുതൽ ഒന്നുമില്ലാതെ സാധാരണ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെയാണ് അവൻ എടുത്തതും. അവൾ ശ്രദ്ധയോടെ ഓരോന്നും കേട്ടിരുന്ന് എഴുതിയെടുത്തു. കോളേജ് വിടാൻ നേരം ഉണ്ണി കൃത്യസമയത്തെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു മിഴി? ജീവസാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഉണ്ണി ചോദിച്ചു. ഉണ്ടായിരുന്നു. ക്ലാസ്സിലൊരു വിട്ടുവീഴ്ചയില്ല. കലിപ്പ് തന്നെ കേട്ടോ, അവള് ചിരിയോടെ പറഞ്ഞു. അവൻ ബൈക്ക് ഒരു കഫേയുടെ മുന്നിൽ നിർത്തിയപ്പോ അവളൊന്ന് അമ്പരന്നു. എന്താ ഉണ്ണിയേട്ടാ ഇവിടെ? നമുക്ക് വീട്ടിൽ പോകാം. അച്ഛൻ അവിടെ ഒറ്റയ്ക്കാ. അത് നീ പേടിക്കണ്ട. അച്ഛനെ നോക്കിയിട്ടാ ഞാൻ വന്നത്. കുഴപ്പമൊന്നുമില്ല. നീ വാടി പെണ്ണെ, ഒരു കോഫി കുടിച്ചിട്ട് പോവാം. കുറെ നാളായില്ലേ. അവൻ അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. ടേബിൾ എതിർവശത്തായിട്ടാണ് രണ്ടാളും ഇരുന്നത്. ഉണ്ണി മെനു അവൾക്ക് നേരെ നീട്ടി. ഇന്നാ, നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാ ഓർഡർ ആക്കിക്കോ. എനിക്കൊന്നും വേണ്ട ഉണ്ണിയേട്ടാ, നമുക്ക് പോയാലോ? ദേ പെണ്ണെ, നീ എന്നെ ഒന്ന് വാങ്ങും. മര്യാദയ്ക്ക് പറഞ്ഞോ. എന്നാ എനിക്കൊരു കോഫി മാത്രം മതി. അവൻ 2 കോഫി പറഞ്ഞു. എല്ലാം നിനക്ക് വേഗം മറക്കാൻ കഴിയില്ലെന്നറിയാം മിഴി. എങ്കിലും നീ പഴയ പോലെ ആയേ പറ്റൂ. ആ പഴയ വായാടി മിഴിക്കുട്ടി. അങ്ങനെ കാണാനാ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഇതിപ്പോ ഒരുപാട് മുതിർന്ന പെണ്ണായതുപോലെ. ഉണ്ണി കളിയോടെയും കാര്യത്തോടെയും പറഞ്ഞു. സാഹചര്യങ്ങളല്ലേ ഉണ്ണിയേട്ടാ ഓരോരുത്തരെ മാറ്റുന്നത്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പോവാനാ എനിക്കിഷ്ടം. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഉണ്ണിയുടെ നെഞ്ചിലേക്ക് ആ വാക്കുകൾ ഒരു ചെറിയ വേദനയോടെയാണ് ചെന്ന് തറച്ചത്. പണ്ടൊക്കെ ഒന്നിനും നേരം തികയാതെ കിട്ടുന്ന അവസരത്തിലൊക്കെ വഴക്കുണ്ടാക്കുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തിരുന്ന ആ പഴയ കുട്ടിയിൽ നിന്ന് പെട്ടെന്ന് ഉത്തരവാദിത്തമുള്ള ഒരു മുതിർന്ന പെണ്ണായി മാറാൻ മിഴി നിർബന്ധിതയായിരിക്കുന്നു. അപ്പോഴേക്കും ആവി പറക്കുന്ന 2 കോഫി കപ്പുകൾ വെയിറ്റർ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഉണ്ണി കപ്പെടുത്തൊരു സിപ്പ് കുടിച്ച ശേഷം മിഴിയെ തന്നെ സൂക്ഷിച്ചു നോക്കി. സാഹചര്യങ്ങൾ മാറുമായിരിക്കും മിഴി, പക്ഷെ നീ ഉള്ളിലെ ആ പഴയ തമാശക്കാരിയെ കൊന്നുകളയണം എന്നതിനർത്ഥമില്ല. അവൻ ശബ്ദം താഴ്ത്തി ഏറെ ആർദ്രതയോടെ പറഞ്ഞു. അച്ഛന്റെ മുന്നിൽ നീ എപ്പോഴും ചിരിച്ചു നിൽക്കണം. നീ നിശബ്ദയാകുമ്പോൾ ആ വീട് കൂടുതൽ നിശബ്ദമാകും. അച്ഛൻ ഉള്ളുകൊണ്ട് വീണ്ടും തളരും. അത് നിനക്ക് കാണണോ? ഉണ്ണിയുടെ ആ ചോദ്യം കേട്ടതും മിഴി മെല്ലെ തലയുയർത്തി. അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന സ്നേഹവും ആശയും കണ്ടപ്പോ അവക്കൊന്നും മിണ്ടാനായില്ല. കോഫി കപ്പിൽ നിന്ന് ഉയർന്ന ആവിയിലേക്ക് നോക്കി അവളൊന്ന് ദീർഘശ്വാസം എടുത്തു. ഇല്ല ഉണ്ണിയേട്ടാ, അവള് പതുക്കെ പറഞ്ഞു. അച്ഛനെ ഞാനിനി തളരാൻ സമ്മതിക്കില്ല. ഞാൻ പഴയ പോലെ ആകാൻ ശ്രമിക്കാം. എനിക്ക് കുറച്ച് സമയം വേണം. അത്രേ ഉള്ളൂ. ആ സമയമൊക്കെ ഞങ്ങൾ തരും. ഉണ്ണി അവളുടെ കവിളിൽ പതുക്കെ തട്ടി ചിരിച്ചു. പക്ഷെ വൈകുന്നേരങ്ങളിൽ ഈ കലിപ്പൻ ജീവേട്ടന്റെ അടുത്ത് നിന്ന് ഫിസിയോതെറാപ്പിയുടെ സമയത്ത് അച്ഛനെ രക്ഷിക്കാൻ നിന്റെ ഈ വായാടിത്തം തന്നെ വേണം. അവൻ അച്ഛനെ വല്ലാതെ മെരുക്കുന്നുണ്ട്. ഉണ്ണിയുടെ ആ തമാശ കേട്ട് മിഴിയുടെ ചുണ്ടിൽ അറിയാതെ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. ഉണ്ണിക്ക് വേണ്ടതും ആ ചിരിയായിരുന്നു. എന്നാ വേഗം കുടിക്ക്. വൈകിയാൽ ഡോക്ടർ സാർ തറവാട്ടിലെത്തി നമ്മളെ രണ്ടുപേരെയും ക്ലാസ്സിൽ ചോദ്യം ചോദിക്കൽ പോലെ വിചാരണ ചെയ്യും. ഉണ്ണി ബില്ല് കൊടുക്കാനായി എഴുന്നേറ്റു. കോഫി കുടിച്ചു കഴിഞ്ഞവർ കഫയിൽ നിന്ന് പുറത്തിറങ്ങി ബുള്ളറ്റിലേക്ക് കയറി. സായാഹ്ന വെയിലിന്റെ ചുവപ്പ് പടർന്ന വഴികളിലൂടെ ബുള്ളറ്റ് മുന്നോട്ട് കുതിക്കുമ്പോൾ മിഴിയുടെ മനസ്സ് പണ്ടത്തേതുപോലെ അല്പം ലഘുവായതുപോലെ തോന്നി. തറവാടിന്റെ പടി കടന്നെത്തുമ്പോൾ ഉമ്മറത്ത് വീൽചെയറിൽ നിന്ന് അച്ഛൻ കാത്തിരിപ്പുണ്ടായിരുന്നു. അരികിൽ ഗൗരവത്തോടെ വാച്ചിലേക്ക് നോക്കി നിൽക്കുന്ന ജീവനും. എന്താ രണ്ടാളും വൈകിയേ? ജീവ കോളേജ് കഴിഞ്ഞ് ഫ്രഷായി ഇവിടെ എത്തി. നിങ്ങൾ എവിടെ പോയിരുന്നു മക്കളെ? അച്ഛൻ ചോദിച്ചു. ഒരു കോഫി കുടിക്കാൻ കയറിയതാ. ഇവക്ക് ചെറിയൊരു തലവേദന. ഉണ്ണി അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു പറഞ്ഞു. ഉണ്ണിയുടെ തള്ളിമറിക്കൽ കേട്ട് മിഴിയുടെ കണ്ണുകൾ തള്ളിപ്പോയി. തനിക്ക് തലവേദനയുണ്ടെന്ന് പറഞ്ഞതും ജീവന്റെ നെറ്റിയിൽ നേരത്തെ ഒരു ചുളിവ് വീണു. അവൻ ഗൗരവത്തോടെ കയ്യിലിരുന്ന വാച്ചിൽ നിന്ന് കണ്ണെടുത്ത് മിഴിയുടെ മുഖത്തെ സൂക്ഷിച്ചു നോക്കി. തലവേദനയോ? ജീവൻ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ മിഴികളിൽ ഡോക്ടറുടെയും അധ്യാപകന്റെയും ഗൗരവം ഒരുപോലെ നേളിച്ചു. അവന്റെ വലിയ കൈപ്പത്തി പതുക്കെ മിഴിയുടെ നെറ്റിയിൽ തൊട്ടു. ആ തണുത്ത വിരലുകളുടെ സ്പർശനം പടർന്നപ്പോൾ മിഴിയൊന്നു വിറച്ചു. പനിയൊന്നുമില്ല, പക്ഷേ കണ്ണുകളിലൊരു ക്ഷീണമുണ്ട്. കോഫി കുടിച്ചാൽ തലവേദന മാറില്ല മിഴി. സ്ട്രെസ് കൊണ്ടാകും. ഇനി മുതൽ വൈകുന്നേരങ്ങളിൽ കൃത്യസമയത്ത് വീട്ടിലെത്തണം. ജീവൻ ഉണ്ണിയെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉണ്ണി അയ്യോ പാവത്തെ പോലെ വായ പൊത്തി അച്ഛന്റെ വീൽചെയറിന് പിന്നിലേക്ക് മാറി നിന്നു. ഡാ ജീവ, അവളെ ഇങ്ങനെ വഴക്ക് പറയാതെ. കോളേജിൽ പോയി വന്നതല്ലേ മോള്. കുട്ടിക്കൊരു ചേഞ്ച് വേണ്ടേ? അച്ഛൻ മിഴിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവനോട് പറഞ്ഞു. ഇളയച്ചൻ ഇവിടെ വല്ലാതെ വീക്കാക്കണ്ട. കൃത്യസമയത്ത് ആഹാരവും വിശ്രമവും വേണം. ജീവന്റെ ശബ്ദത്തിൽ ഗൗരവം ഉണ്ടായിരുന്നെങ്കിലും ആ കരുതൽ കണ്ട് മിഴിയുടെ ഉള്ളിൽ ചെറിയൊരു ചിരി പൊട്ടി. അത് പിന്നെ ജീവേട്ടാ. അല്ല സാർ. മിഴി ഒന്ന് പതറി. എനിക്കിപ്പോ തലവേദനയൊന്നുമില്ല. ഞാൻ അച്ഛന് കുടിക്കാൻ ചൂടുവെള്ളം എടുക്കാം.
പോയി മുഖമൊക്കെ കഴുകി ഡ്രസ്സ് മാറി വാ. ഇന്ന് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഇളയച്ചന് കാലുകളിൽ ചെറിയൊരു സെൻസേഷൻ അറിയുന്നുണ്ടോ എന്ന് നോക്കണം. നീ അരികിൽ വേണം. ജീവ ശാന്തനായി പറഞ്ഞു. അവൾ അകത്തേക്ക് നടക്കുമ്പോൾ ഉമ്മറത്ത് നിന്ന് ഉണ്ണിയും അച്ഛനും ജീവനും തമ്മിലുള്ള സംസാരവും ചെറിയ ചിരികളും കേൾക്കാമായിരുന്നു. മിഴി കുളിച്ച് ടീഷർട്ടും പാവാടയും ധരിച്ച ശേഷം അമ്മയുടെ തുളസിത്തറയ്ക്ക് അരികിലേക്ക് നടന്നു. സന്ധ്യയുടെ ചുവപ്പുമാഞ്ഞ മുറ്റത്ത് കറുപ്പ് പടർന്നു തുടങ്ങിയിരുന്നു. നെയ്യൊഴിച്ച വിളക്കിലേക്ക് തിരിയിട്ട് തീ അണച്ചപ്പോൾ ആ നേർത്ത നാളൻ കാറ്റിൽ അല്പമൊന്നുലഞ്ഞു. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നിൽക്കുമ്പോൾ മിഴിയുടെ മനസ്സിൽ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. അമ്മേ, ഞാൻ വീണ്ടും ജീവിച്ചു തുടങ്ങുകയാ. അവൾ മനസ്സിൽ പതുക്കെ മന്ത്രിച്ചു. വിളക്കിലെ നാളത്തിൽ നിന്നുയർന്ന പുക തറവാട്ട് മുറ്റത്തെ മുല്ലത്തറയിലേക്ക് പടരുമ്പോൾ പുറകിൽ പടവുകൾ കയറി വരുന്ന കാൽപ്പെരുമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ജീവയായിരുന്നു അത്. കൈമുട്ട് വരെ മടക്കി വെച്ച ഷർട്ടും അല്പം ഉലഞ്ഞ മുടിയുമായി അവൻ പൂമുഖത്തെ പടികളിറങ്ങി തുളസിത്തറയ്ക്ക് അരികിലേക്ക് വന്നു. തിരി കത്തിച്ചോ മിഴി? അവന്റെ ശബ്ദത്തിന് എപ്പോഴത്തെയും പോലെ ഒരു പ്രത്യേക ഗാംഭീര്യവും ശാന്തതയും ഉണ്ടായിരുന്നു. ഉവ്വ് ജീവേട്ടാ, മിഴി പതുക്കെ പറഞ്ഞു. ജീവൻ തുളസിത്തറയ്ക്ക് മുന്നിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് തൊഴുതു നിന്നു. അതിനുശേഷം അവൻ മിഴിയുടെ മുഖത്തേക്കൊന്ന് കണ്ണോടിച്ചു. തലവേദന കുറവുണ്ടോ ഇപ്പോ? ഉണ്ണി വെറുതെ കള്ളം പറഞ്ഞാന്ന് എനിക്കറിയാം. പക്ഷെ ആ കണ്ണുകളിലെ ക്ഷീണം കള്ളമല്ല. മിഴി നേരത്തൊരു പുഞ്ചിരിയോടെ തല താഴ്ത്തി. ഏയ്, കുഴപ്പമൊന്നുമില്ല ജീവേട്ടാ, വെറുതെ ഓർത്തുപോയി, അത്രേ ഉള്ളൂ. ഇനി ഫിസിയോതെറാപ്പിയുടെ സമയമാണ്. ജീവൻ തറവാടിന്റെ അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് അച്ഛന്റെ കാലുകളിലെ നരമ്പുകൾക്ക് ചെറിയൊരു മാറ്റമുണ്ട്. നീ കൂടെ നിൽക്കണം. അച്ഛന് മനസ്സിന് ധൈര്യം കിട്ടാൻ നിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഞാൻ വരാം ജീവേട്ടാ. മിഴി തിരികെ പൂമുഖത്തേക്ക് നടക്കാൻ തുനിഞ്ഞു. മിഴി, ജീവൻ അവളെ വീണ്ടും പതുക്കെ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മിഴികളിൽ ആഴത്തിലുള്ള ഒരു കരുതൽ നിറഞ്ഞു നിന്നിരുന്നു. കോളേജിൽ ഞാൻ സാറാ, പക്ഷേ ഈ വീടിന്റെ പടി കിടന്നാൽ ഞാൻ നിന്റെ ജീവേട്ടൻ തന്നെയാടി. എന്തിനും കൂടെയുള്ള ജീവേട്ടൻ. ആ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമക്കാൻ നോക്കണ്ട കേട്ടല്ലോ. അത്രയും പറഞ്ഞ് ജീവൻ ഉമ്മറത്തേക്ക് നടന്നുപോയി. അവന്റെ ആ വാക്കുകൾ സന്ധ്യാസമയത്തെ തണുത്ത കാറ്റെന്ന പോലെ മിഴിയുടെ നെഞ്ചിലേക്ക് പടർന്നു കയറി. കരഞ്ഞു തീർത്ത രാവുകൾക്ക് ശേഷം തനിക്ക് മുന്നിൽ തണലായി നിൽക്കുന്ന ആ മനുഷ്യന്റെ രൂപത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മിഴിയുടെ ഉള്ളിൽ അറിയാതെ ഒരു വലിയ ആശ്വാസവും വിശ്വാസവും നിറയുകയായിരുന്നു. ഉണ്ണി കുളിക്കാനായി വീട്ടിലേക്ക് പോയിരുന്നു. ജീവയും അച്ഛനും അവനിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ജീവ പറഞ്ഞതനുസരിച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ കയറിയതാണ് മിഴി. അടുക്കളയിലെ വെളിച്ചത്തിൽ പാത്രത്തിൽ വെള്ളം തിളച്ചു മറിയുന്നത് നോക്കി നിൽക്കുമ്പോൾ മിഴിയുടെ ചിന്തകൾ മുഴുവൻ തുളസിത്തറയ്ക്കരികിൽ വെച്ച് ജീവ പറഞ്ഞ വാക്കുകളിലായിരുന്നു. കോളേജിൽ ഞാൻ സാറാണ്, പക്ഷേ ഈ വീടിന്റെ പടി കടന്നാൽ ഞാൻ എന്റെ ജീവേട്ടൻ തന്നെയാ. ആ വാക്കുകളിലെ കരുതൽ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഒരു മധുരമുള്ള ആശ്വാസമായി അലയടിച്ചു. വെള്ളം നന്നായി തിളച്ചതും അവൾ ഗ്യാസ് ഓഫ് ചെയ്ത് ആ ആവി പറക്കുന്ന ചൂടുവെള്ളം ഒരു വലിയ പാത്രത്തിലേക്ക് തിടുക്കത്തിൽ പകർന്നു. ഓരോന്നോർത്തുള്ള ധൃതിയിൽ പാത്രം ഇരു കൈകളിലും എടുത്ത് തിരിയുമ്പോഴാണ് അപ്രതീക്ഷിതമായി പാത്രത്തിന്റെ പിടിയിൽ നിന്ന് അവളുടെ കൈ വഴുതിയത്. അയ്യോ! മിഴിയുടെ വായിൽ നിന്നൊരു നിലവിളി ഉയർന്നു. പാത്രത്തിലുണ്ടായിരുന്ന തിളച്ച വെള്ളത്തിൽ നല്ലൊരു ഭാഗം അവളുടെ ഇടത് കാലിലേക്കും പാദത്തിലേക്കും വീണിരുന്നു. പാത്രം നിലത്ത് വീണ് തട്ടിത്തടഞ്ഞ് വലിയ ശബ്ദത്തോടെ ഉരുണ്ടുപോയി. പൊള്ളുന്ന ചൂടിൽ മിഴി അമ്മേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് അപ്പടി ഇരുന്നു പോയി. കാലിൽ അനുഭവപ്പെട്ട കഠിനമായ പുകച്ചിൽ താങ്ങാനാവാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് ടാപ്പ് തുറന്നതുപോലെ കണ്ണീരൊഴുകി. ശബ്ദവും നിലവിളിയും കേട്ട് ഉമ്മറത്ത് നിന്ന് ജീവൻ അകത്തേക്ക് ഓടിയെത്തി. മിഴി! അടുക്കളയിൽ കാലും പിടിച്ചിരുന്ന് കരയുന്ന മിഴിയെയും നിലത്ത് കിടക്കുന്ന പാത്രവും കണ്ടതും ജീവന്റെ നെഞ്ചിലൊരു ഇടിമിന്നൽ പാഞ്ഞു. അവൻ സെക്കൻഡുകൾക്കകം അവളുടെ അരികിലേക്ക് നീളൻ ചുവടുകളോടെ എത്തി മുട്ടുകുത്തിയിരുന്നു. എന്താണോ ചെയ്തേ? ജീവന്റെ ശബ്ദത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഒരു പരിഭ്രമവും ഭയവും നിറഞ്ഞു നിന്നിരുന്നു. അവനൊട്ട് സമയം കളയാതെ അടുത്തുള്ള ബക്കറ്റിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് അവളുടെ പൊള്ളിയ കാലിലേക്ക് തുടർച്ചയായി ഒഴിക്കാൻ തുടങ്ങി. ആ ജീവേട്ട പുകയുന്നു. മിഴി അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. അനങ്ങരുത് മിഴി, അടങ്ങിയിരിക്ക്. ജീവന്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഗൗരവമെല്ലാം എവിടെയോ മാഞ്ഞുപോയി. അവന്റെ കണ്ണുകളിൽ ആകപ്പാടെ ഒരു പരിഭ്രാന്തി മാത്രം ബാക്കിയായി. മിഴിയുടെ കാലിലെ ചുവന്നു തുടുത്ത തൊലിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നത് മിഴി ആ വേദനയ്ക്കിടയിലും തിരിച്ചറിഞ്ഞു. ഒരു തരി ശ്രദ്ധയില്ലല്ലേ നിനക്ക്? കൈയും കാലും പൊള്ളിച്ചു വെക്കാൻ ഇതിനാണോ നിന്നോട് വെള്ളം എടുക്കാൻ പറഞ്ഞത്? അവൻ അല്പം ദേഷ്യത്തോടെ എന്നാൽ അതിലേറെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവളോട് കയർത്തു. അപ്പോഴേക്ക് ശബ്ദം കേട്ട് അച്ഛൻ വിളിച്ചു ചോദിച്ചു. മോളെ മിഴി, എന്താ പറ്റിയ ജീവ? ഒന്നുമില്ലില്ല അച്ഛാ, വെള്ളം അല്പം കാലിലേക്ക് തെറിച്ചതാ, ഞാൻ നോക്കിക്കോളാം. ജീവ അച്ഛനെ ഭയപ്പെടുത്താതിരിക്കാൻ ശബ്ദം അടക്കി പിടിച്ചു പറഞ്ഞു. അവൻ പതിയെ മിഴിയെ കൈകളിൽ കോരിയെടുത്തു. പെട്ടെന്നുള്ള ആ ഉയർത്തലിൽ മിഴി അറിയാതെ ജീവന്റെ കഴുത്തിലൂടെ കൈകൾ ഇറുക്കി പിടിച്ചു. അവന്റെ നെഞ്ചിടിപ്പ് വളരെ വേഗത്തിൽ മിടിക്കുന്നത് അവൾ തൊട്ടറിഞ്ഞു. അവളെ മുറിയിലെ കട്ടിലിൽ കിടത്തി ജീവൻ വേഗം തന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി ഓടിയെത്തി. അവളുടെ പൊള്ളിയ ഭാഗത്ത് ബേൺ ഹീൽ ക്രീം പതുക്കെ തേച്ചു പിടിപ്പിക്കുമ്പോൾ ജീവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വേദനിക്കുന്നുണ്ടോ? അവന്റെ ശബ്ദം വല്ലാതെ താഴ്ന്നു പോയിരുന്നു. അവൻ മിഴിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ ആകുലത നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കാലിലെ പൊള്ളലിന്റെ വേദനയേക്കാൾ മിഴിയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞത് ജീവയുടെ സ്നേഹത്തിന്റെ വ്യാപ്തിയായിരുന്നു. തുടരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി.